ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു സിഗരറ്റ് പാൻസ് അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുണ്ടോ, ഡാർക്ക് ബ്ലൂ കളറിലെ ഒരു കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 40 ഇഞ്ച് ഹിപ്പ് സൈസും 38 ലെങ്തും വരുന്ന രീതിയിലാണ് ഞാനിത് തയ്ക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നൈറ്റിയും ചുരിദാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പോലെ ഇത് 4 ഫോൾഡ് ചെയ്തിട്ടേക്കാണ്, കണ്ടോ. ഇനി നമുക്ക് താഴോട്ട് എല്ലാം മാർക്ക് ചെയ്യാം. ഞാനിവിടെ ബാക്ക് പീസ് മാത്രം എടുത്തിട്ട് 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ് ബാക്ക് പീസിൽ. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഈ ലൈനിൽ മാത്രമാണ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. സ്ട്രെയിറ്റ് പാൻസ് തയ്ക്കുമ്പോൾ നമ്മൾ ബാക്കിലെ പീസ് ഇതുപോലെ എക്സ്ട്രാ 2 ഇഞ്ച് ഇട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കണ്ടോ, ഞാൻ ഫ്രണ്ട് പീസിലെ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇവിടെ 2 ഇഞ്ച് ഇങ്ങനെ ഇലാസ്റ്റിക് വെക്കുന്നതിന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഞാനങ്ങനെ ഇതുണ്ടോ, ഫ്രണ്ടിലെയും ബാക്കിലെയും പീസിലെയും ബാധകമാകുന്ന രീതിയിൽ ഇവിടെ 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഹിപ്പ് സൈസും പിന്നെ ഇങ്ങനെ ക്രോച്ച് ഏരിയയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ഇതുണ്ട് 11 ഇഞ്ച് നമ്മൾ ഹിപ്പ് സൈസ് മാർക്ക് ചെയ്ത്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഇതുണ്ട്, 1 ഇഞ്ച് എക്സ്ട്രാ ലൂസിങ്ങിന് വേണ്ടി എടുത്തേക്കാണ്. നമ്മൾ കണ്ടോ, ക്രോച്ച് ഏരിയയിൽ നമ്മൾ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും കറക്റ്റ് ചെയ്യണമല്ലോ. ഇവിടെ നിന്ന് നമ്മൾ കൃത്യം 12 മാർക്ക് ചെയ്ത്, ഇതാണ് ശരിക്കുമുള്ള മാർക്ക് ചെയ്ത കേട്ടോ, ഇതാണ് കറക്റ്റ്. പിന്നെ നമുക്കിതുണ്ട് 2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഞാൻ മാർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മൾ ആം ഹോളിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു കർവ് ഷേപ്പിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിനി ഇതുപോലെ താഴോട്ടുള്ളത് മാർക്ക് ചെയ്യാം. നമ്മൾ താഴോട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്തില്ലായിരുന്നു നേരത്തെ, അതുകൊണ്ട് ഇങ്ങനെ 38 ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്. അത് ഇവിടുന്ന് ഞാൻ ഇതുണ്ട് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഇതുണ്ട് ബാക്ക് പീസ് എക്സ്ട്രാ 1 ഇഞ്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 പീസിനുള്ള ഇലാസ്റ്റിക് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇങ്ങനെ 38 മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെയും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ താഴോട്ടുള്ള പടി വെക്കുന്നതിനാണ്. നമുക്കിതിങ്ങനെ നേരെ വരച്ചെടുക്കാം. നമ്മളിങ്ങനെ ഇതുണ്ട്, ഇത് 38 ഇഞ്ച് വരുന്ന ഭാഗവും പിന്നെ 2 ഇഞ്ച് എക്സ്ട്രാ പടി മടക്കി തയ്ക്കുന്നതിന് സ്ലിറ്റൊക്കെ വരുന്ന പോലെ മടക്കി തയ്ക്കുന്നതിന് വേണ്ടി ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ വരച്ചേക്കാണ്. ഇനി നമുക്കിവിടെ വെട്ടിയെടുക്കാവുന്നതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുണ്ടോ, ഇവിടുന്ന് ഇത്രയുള്ള സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് മാർക്ക് ചെയ്യണം. നമുക്കിത് കണ്ടോ, ഇവിടെ 14 വരുന്നത് ഇവിടുത്തെ മെഷർമെൻറ്റ് ഉണ്ടോ. അത് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ 11 + 12 എടുത്തു. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അങ്ങനെയാണ് 14 വന്നത്. ഇനി അതിൻ്റെ ഹാഫ് നമ്മൾ എത്രയാണ് എടുക്കുന്നത്, 7 ആണ്. 7 എടുത്തിട്ടുണ്ട്. ആ 7 നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വരെ മാർക്ക് ചെയ്യണം. നമുക്കിവിടെയും 7 മാർക്ക് ചെയ്യാം. 7 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. അങ്ങനെ 3 ഇഞ്ച് വീതം ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെയും 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ഈ ക്രോച്ച് ഏരിയയിലേക്ക് ഇവിടം വരെ നമുക്ക് മാർക്ക് ചെയ്യാം.
കണ്ട ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 2 ലൈൻ കാണുന്നുണ്ട്. അതായത് ഇത് നേരെ വരച്ചത്, പിന്നെ ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങോട്ടൊന്ന് കർവായിട്ട് വേണം ഇവിടെ വരയ്ക്കാൻ. അതുപോലെ തന്നെ ഇവിടെയും ഞാനിവിടെ നേരെ വരച്ചു, എന്നിട്ട് അല്പം കർവാക്കി അങ്ങനെ വരച്ചേക്കാണ്. കാരണം കർവ് ചെയ്ത് വരച്ചില്ലേ ചിലപ്പം ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുണ്ട്, ഈ ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഈ 2 ഇഞ്ച് കുറവുള്ള പീസ്, അതായത് ഫ്രണ്ട് പീസ് മാത്രമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കണ്ട് ഇവിടം വരെ എത്തി. നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുണ്ട്, ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടില്ല, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും മുറിച്ച് മാറ്റാം. ഇതുണ്ട്, ഈ പീസ് ഇങ്ങോട്ട് മാറ്റുകയാണ്. സാധാരണ എല്ലാവരും ഇവിടെ ഇങ്ങനെ 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെയാണ് ഈ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല, വേറൊരു രീതിയിലാണ്. കാണിക്കാം. നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുണ്ടോ, ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ക്രോച്ച് ഏരിയയുടെ നേരെ ഇങ്ങനെ ഇവിടം വരെ വരുന്ന രീതിയിൽ നമുക്കിത് കണ്ടോ, ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത്, അതായത് ബാക്ക് പീസിൽ അത് ഇവിടം വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടം വരെ. അതിനുശേഷം നമുക്ക് ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുണ്ട്, ഈ ഫ്രണ്ട് പീസിനെ ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഫുള്ള് ഇനി ഇവിടെയും അങ്ങനെ തന്നെ നേരെയാക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് അതല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ വരച്ചൊക്കെ വെക്കേണ്ട, ഇതാകുമ്പോൾ ഇങ്ങനെ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം. ഇതാണ് എനിക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത്. ഇതുണ്ട്, ഇത് ഫുള്ള് ഇങ്ങനെ 2 ഇഞ്ച് നീക്കി ബാക്ക് പീസിലേക്ക് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങാം. നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളിതുണ്ട്, ഈ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ആദ്യം തന്നെ നമുക്കിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ എന്നിട്ട് ഇവിടെ അതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ബാക്ക് പീസ് കണ്ടോ, ഞാനിപ്പോഴാണ് കട്ട് ചെയ്തത്. ആദ്യം തന്നെ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്ക് പീസിൽ ഈ തുണിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുത്ത് ഇങ്ങനെ ഈ കോർണറിലേക്ക് നമുക്കൊന്ന് നല്ല രീതിയിൽ വരച്ചെടുക്കാം. നമ്മൾ ഈ ബാക്ക് പീസിലെ ഈ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പോക്കറ്റ് വയ്ക്കുന്നില്ലെങ്കിൽ ഇത്രയും മതിയാകും. ഇനി നമ്മൾ പോക്കറ്റ് വയ്ക്കാൻ പോവാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് ഇതുണ്ടോ, ഈ ഫ്രണ്ടിലത്തെ ഞാനിങ്ങനെ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മളിതുണ്ടോ, ഫ്രണ്ട് പീസിലാണ് നമ്മൾ റൈറ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡ് എവിടെയാണെന്ന് നോക്കിയിട്ട് ഈ ടോപ്പിൽ നിന്ന് 2.5 ഇഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് ആ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗമാണ്. എന്നിട്ട് പിന്നെ നമ്മൾ 1 ഇഞ്ചും കൂടെ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഈ 6 ഇഞ്ചിലാണ് നമ്മൾ പോക്കറ്റ് തയ്ച്ചു പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. എന്നിട്ട് നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് വീതം ഇങ്ങനെ താഴോട്ട് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ 1/2 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6 ഇഞ്ചാണ് ഞാനങ്ങനെ ബോക്സാക്കി വരച്ചേക്കുന്നത്.
ഉണ്ടോ? അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഈ ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആക്കണം. എന്നിട്ടല്ല നമ്മൾ പോക്കറ്റ് വെച്ച് പിടിപ്പിക്കുന്നത്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആക്കണം. പോക്കറ്റ് പിടിപ്പിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇതുണ്ട് 11 ഇഞ്ച് നീളവും 11 ഇഞ്ച് നീളവും ഒരു 6.25 ഇഞ്ച് വീതിയും വരുന്ന പോലെയാണ് ഞാൻ തുണി എടുത്തേക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കർവായിട്ട് വേണം വരയ്ക്കാൻ. പോക്കറ്റിൻ്റെ ഷേപ്പ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇങ്ങനെ കർവായ വരുന്ന രീതിയിൽ നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ സ്ട്രെയിറ്റ് പാൻസിൻ്റെ കട്ടിങ് മുഴുവൻ കംപ്ലീറ്റ് ആയി. ഇതുണ്ട്, പോക്കറ്റും കട്ട് ചെയ്തു, പാൻസും കട്ട് ചെയ്ത് കഴിഞ്ഞ്. ഇതിനായിട്ട് ഞാൻ 2.5 മീറ്റർ തുണിയാണ് എടുത്തത്. അതിനകത്ത് ഒരു 30 സെൻറ്റിമീറ്റർ മിച്ചം വന്നിട്ടുണ്ട്. പിന്നെ 110 രൂപ മീറ്ററിന് വരുന്ന നല്ല കട്ടിയുള്ള തുണിയാണിത്. കോട്ടൺ ഫാബ്രിക്കാണ്. അത്രയാണ്. താങ്ക് യു.